ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങളിന്നൊരു പരിപാടിക്ക് പോവുകയാണ്. രാവിലെ നേരത്തെ പോവുകയാണ് കേട്ടോ. ഇച്ചുക്കുട്ടൻ എണീറ്റിട്ടില്ല, അവനെ ബെഡിൽ നിന്നേ എടുത്തിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനന്ന് ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഒരു വീട് കാഴ്ച ഉണ്ട്, ഏട്ടൻ്റെ പെങ്ങളുടെ മകളുടെ ആണെന്നൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. ഈ വഴിയിൽ നിന്ന് ഇതാ ആൾക്കാരെ കയറ്റാനുണ്ട്. ചേച്ചി ഉണ്ട് കേട്ടോ കൂടെ. ചേച്ചിക്ക് വേറൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അപ്പോൾ ചേച്ചി ഞങ്ങളുടെ കൂടെ കൂടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ രാവിലെ തന്നെ പോവുകയാണ്. കുറേ അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ അതാ ഇച്ചുക്കുട്ടൻ എണീറ്റിട്ടുണ്ട് കേട്ടോ. എണീറ്റപ്പോൾ അവ ആകെ ഞെട്ടിപ്പോയിട്ടോ. ഞാൻ ഉറങ്ങുമ്പോൾ ബെഡിലായിരുന്നല്ലോ, ഇപ്പം എന്താ സംഭവിച്ചതെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതാ ഉറക്കഭ്രാന്തൊന്നും അങ്ങോട്ട് മാറിയിട്ടില്ല കേട്ടോ. ഞാൻ അവനോട് നെഞ്ചോട് ചേർത്ത് ഇങ്ങനെ പിടിച്ച് കിടക്കുകയാണ് കേട്ടോ. അവൻ വീണ്ടും ഉറങ്ങാനുള്ളൊരു ശ്രമത്തിലായിരുന്നു. ഞാൻ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇച്ചുകുട്ടന് പനി ആയതുകൊണ്ട് കുളിക്കാനൊന്നും പറ്റില്ല. അപ്പം ഞാൻ ഡ്രസ്സും കാര്യങ്ങളും വൈപ്പറൊക്കെ കൈ പിടിച്ചിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു വിധത്തിൽ അവൻ്റെ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്ത് സുന്ദരകുട്ടപ്പനാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ ഇച്ചുകുട്ടൻ്റെ ഡ്രസ്സ്, നല്ല രസമില്ലേ കാണാൻ. അങ്ങനെ അതാ അവനെ സുന്ദരകുട്ടപ്പനാക്കി. രാവിലെ എണീറ്റ് കൊണ്ട് തന്നെ അവൻ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഞങ്ങൾ നേരെ കണ്ട ഒരു ചായക്കടയിൽ ഇറങ്ങിയിട്ട് ഇതാ ഇച്ചുക്കുട്ടന് പഴംപൊരി, പരിപ്പ് വട അങ്ങനെയൊക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവനിതാ പഴംപൊരി കഴിക്കുകയാണ് കേട്ടോ. അവന് ഇഷ്ടമുള്ള ഒരു എണ്ണക്കടി എന്ന് പറഞ്ഞാൽ പഴംപൊരിയാണ്. ഞാൻ എന്തായാലും ഒരു പരിപ്പ് വട എടുത്ത് കഴിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വരുന്ന വഴിക്ക് ചേച്ചീനെ ഇറക്കി വിട്ട് ഞങ്ങളിത് അവിടെ എത്തിയിട്ടുണ്ട്. ഏട്ടൻ്റെ ചേച്ചിയുടെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ എത്തിയപ്പോൾ പിന്നെ ഇച്ചുകുട്ടൻ നല്ല കളിയായി കേട്ടോ. വീടിൻ്റെ സൈഡിലൂടെ ഓടിക്കളിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയി. അച്ചിനെ പെറുക്കി എല്ലാവരും മേത്തിക്ക് എറിയുക അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ അവൻ്റെ കളികൾ. പിന്നെ അവിടെ ഒരു പൈപ്പ് ഉണ്ടായിരുന്നു, അതിന് വെള്ളം തുറന്ന് വിടലായിരുന്നു കേട്ടോ അവൻ്റെ മെയിൻ പരിപാടി. ഒരു വിധത്തിൽ എങ്ങനെയൊക്കെ വാശിയൊക്കെ പിടിച്ച് ഞാൻ അവനെ അവിടെ നിന്ന് മാറ്റി നിർത്തി കേട്ടോ. എന്നിട്ട് സമ്മതിക്കണില്ല കേട്ടോ. അവൻ കരഞ്ഞ് പൊളിക്കുകയായിരുന്നു. എന്നിട്ട് ഏട്ടൻ വന്ന് അവനെ കൊണ്ടുപോയി കേട്ടോ. പിന്നെ ചടങ്ങുകൾ തുടങ്ങി. ഏട്ടനായിരുന്നു ചെറിയ മാമൻ. അങ്ങനെ ഏട്ടനാണ് കേട്ടോ കൈ പിടിക്കലും ചടങ്ങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അതിൻ്റെ ഇടയിൽ ഇച്ചുകുട്ടൻ നല്ല വാശിയായിരുന്നു കേട്ടോ. അച്ഛൻ്റെ അടുത്തേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് നല്ല കരച്ചിലായിരുന്നു. ഒരു വിധത്തിൽ ഞാൻ അവനവിടെ പിടിച്ച് നിർത്തിയിട്ടോ. അങ്ങനെ ചടങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇച്ചുകുട്ടൻ കരയുന്ന കണ്ടിട്ട് ഏട്ടനെ അവിടെ ഇരിക്കാൻ ഒരു സമാധാനമില്ല കേട്ടോ. ഏട്ടൻ ഇങ്ങോട്ട് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു വിധത്തിൽ ചടങ്ങുകളൊക്കെ കഴിഞ്ഞു. ഇനി ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ പോയി. ബിരിയാണി ഐസ്ക്രീമൊക്കെ കൂട്ടിയിട്ട് ഒരു പിടി പിടിച്ചു കേട്ടോ. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം വീട്ടിലൊക്കെ പോയി. അങ്ങനെ ഞങ്ങൾ നേരെ വണ്ടി തിരിച്ചു കേട്ടോ. ഇനി ഏട്ടൻ്റെ വീട്ടിലേക്ക് പോയിട്ട് വേണം എനിക്ക് എൻ്റെ വീട്ടിലോട്ടൊന്ന് പോകാൻ കേട്ടോ. അങ്ങനെ ഏട്ടൻ്റെ വീട്ടിലെത്തി ഞങ്ങൾ അപ്പം തന്നെ വണ്ടി തിരിച്ചു കേട്ടോ എൻ്റെ വീട്ടിലോട്ട്. അങ്ങനെ പോകുന്ന വഴിക്ക് ഇതാ ഈ ഒരു സാധനമൊക്കെ വാങ്ങിച്ചു കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഞങ്ങൾ എപ്പോഴും ഇങ്ങനത്തെ ഐറ്റംസ് മേടിക്കാറുണ്ട് കേട്ടോ. വിലയും കുറവാണ്, നല്ല ടേസ്റ്റുമാണ്. അങ്ങനെ ഇതാ എൻ്റെ വീട്ടിലേക്ക് പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വല്യച്ഛൻ്റെ മകൻ്റെ വീട് വാർപ്പാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പോണത്. ഏട്ടൻ എന്തായാലും നാളെ വരാൻ പറ്റില്ല. അപ്പോൾ എന്നെ ഇന്ന് രാത്രി തന്നെ അങ്ങോട്ട് കൊണ്ടുവയ്ക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഏട്ടൻ ഇന്ന് രാത്രി തന്നെ തിരിച്ചു വരും. ഞാൻ നാളത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് മെല്ലെ വരുള്ളൂ കേട്ടോ. അങ്ങനെ ഇതാ പോകുന്ന വഴിക്ക് മായന്നൂർ പാലത്തിൻ്റെ അവിടെ എത്താറായി. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. വൈകുന്നേരം ആ സമയത്ത് നല്ല തിരക്കായിരിക്കുമല്ലോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. കുറേ ആളുകളുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി കേട്ടോ. വീട്ടിലെത്തിയപ്പോൾ ആദ്യം എൻ്റെ കണ്ണ് പോയത് ഇതാ ഈ ചെടിക്കാണ് കേട്ടോ. പൂമ്പാറ്റ ചെടി എന്നാണ് ഞങ്ങൾ പറയുക. ആദ്യം ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ വീട്ടിൽ ഈ ചെടി. അങ്ങനെ ഞാൻ കുറേ നേരം ആ ചെടിയൊക്കെ നോക്കിയിട്ട് നിന്നു. എത്ര പൂമ്പാറ്റകളായിരുന്നു എന്നറിയോ. നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇച്ചുകുട്ടൻ്റെ കളി തുടങ്ങി കേട്ടോ. അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞു. അപ്പോഴേക്കും എൻ്റെ അമ്മ ഫുഡ് കൊണ്ട് വന്നു. ഞാൻ ഇവിടെ വന്നാൽ എനിക്ക് മിക്കതും എൻ്റെ അമ്മ വാരി തരിക കേട്ടോ ചെയ്യാറ്. അങ്ങനെ ഫുഡൊക്കെ വാരി തന്നു. പിന്നെ കുറേ നേരം കുറേ വർത്തമാനങ്ങളൊക്കെ വീട്ടുകാരൊക്കെ ആയിട്ട് പറഞ്ഞിരുന്നു. എന്നിട്ട് കടന്നുറങ്ങി. ബായ്.